ഹായ് ഫ്രണ്ട്സ്, എന്നാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? ഇന്ന് ഞാനൊരു മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറികളൊക്കെ ചേരില്ലേ എല്ലാവരും. അപ്പോൾ അതുകൊണ്ടുള്ള നമുക്ക് വളരെ ഉപകാരമുള്ള ഒന്ന് രണ്ട് ടിപ്പുകൾ. പിന്നെ നമ്മളെ ഓരോ മാസത്തെ ദൈനംദിന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴല്ലോ, കുറച്ചൊക്കെ എമൗണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ഒരു കടമൊന്നും ചോദിക്കാതെ നമ്മളെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ അത് മാക്സിമം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് ഞാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ പോയിന്റുകളായിട്ട് പറഞ്ഞത് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരിൽ നിന്ന് കടം വാങ്ങാണ്ടിരിക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നമുക്കൊരു നല്ല വരുമാനം, നല്ലൊരു ജോലിയാണല്ലോ. അത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആരിൽ നിന്ന് ആശ്രയിക്കാണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മളെ വരുമാനത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ, ഇപ്പോൾ ഒരു മാസം 10,000 ആണോ, 20,000 ആണോ, 25,000 ആണോ, അങ്ങനെ ഓരോരുത്തരെ വരുമാനത്തിനനുസരിച്ച് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമ്മൾ നീക്കി വെക്കണം. അപ്പോൾ വീട്ടമ്മമാർക്കും ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊന്നും ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മളെപ്പോഴും അതൊരു ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറി ചേർന്ന് വിചാരിക്കുക. നമ്മൾ ചെറിയൊരു എമൗണ്ട് മതി. നമ്മളിപ്പോൾ അത് ചിലവാണ് പൈസ എന്ന് വിചാരിക്കും. ഇപ്പോൾ 500 രൂപ, 1000 രൂപ, 1500 വെച്ചിട്ട് നമ്മളിപ്പോൾ അത് എന്തെങ്കിലും എമൗണ്ടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ചിലവായിട്ട് തന്നെ പൈസ ഉള്ളത്. അപ്പോൾ അതൊന്നും നമുക്ക് കണ്ടില്ല എന്ന് വെച്ചിട്ട് നമ്മളൊരു കുറി ചേരാം. ആ കുറി ചേർന്ന് ഇപ്പോൾ നമുക്ക് വട്ടെത്തുന്ന സമയത്താണ് നമ്മൾ പൈസ എടുക്കുന്നത് വെച്ചാൽ നമുക്കതൊരു സേവിങ് ആക്കാൻ പറ്റും. അത് പലർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതല്ല, നമുക്ക് എക്സ്ട്രാ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അർജൻറ്റ് ആവശ്യം വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ കുറി വിളിക്കുന്ന സമയത്ത് നമ്മൾ ആ പൈസ കിട്ടുമ്പോൾ ആ പൈസ മുഴുവനായിട്ട് നമ്മൾ ചിലവാക്കാണ്ടിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ 50,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ 35,000 എടുത്തിട്ട് ബാക്കി 15,000 രൂപ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, ഏത് കുറി അവിടെ തന്നെ നമ്മൾ ഒരു 2 കുറി ചേരാൻ നോക്കാം. ഞാനങ്ങനെ പല സമയത്തും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് തന്നെയാണ് ഉപകാരം വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുറി എടുത്ത പൈസ മുഴുവനായിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് തീർക്കുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ, ഇനി ഒന്നുമില്ല, അങ്ങനെ നമുക്കൊരു തോന്നൽ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പൈസ കിട്ടുമ്പോൾ അപ്പം തന്നെ ഞാൻ 2 കുറി ചേർന്നിട്ടോ. ചിലപ്പോൾ നമ്മൾ അടുത്ത മാസം അടയ്ക്കാനുള്ള എമൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല, നമുക്കൊരു പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു എക്സ്ട്രാ ഒരെണ്ണം അവിടെ ഉണ്ടല്ലോ, ഒരു സേവിങ് പോലെ അവിടെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറി ചേർന്ന് ഇങ്ങോട്ട് പോരും. അങ്ങനെ പിന്നെ നെക്സ്റ്റ് സമയത്തും ഇപ്പോൾ നമുക്ക് കുറി അടയ്ക്കാൻ പറ്റാന്ന് വെച്ചാൽ നമ്മൾ അടയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിളിക്കാത്ത കുറിയാണല്ലോ, ഇപ്പോൾ 2-3 തവണ മുടങ്ങിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളതിൽ എപ്പോഴാണോ എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് അപ്പോൾ നമുക്ക് കൊടുത്തിട്ട് ഒരുമിച്ച് നമുക്ക് അടവ് തീർക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഒരു ഗുണത്തിൽ കലപ്പെടുള്ളൂ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കുറി പൈസ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ നമുക്ക് ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിടണം. നമ്മൾ ആവശ്യത്തിന് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കുറി വിളിക്കണതോ കുറി കിട്ടണതോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും. അപ്പോൾ ആ എമൗണ്ട് ചിലപ്പോൾ നമ്മൾക്ക് മുഴുവൻ ചിലപ്പോൾ തികഞ്ഞൊന്നും വരില്ല. എന്നാലും കുറച്ചൊരു എമൗണ്ട് നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് മുഴുവനായി ചിലവാക്കി തീർക്കാതെ വേറൊരു അക്കൗണ്ടിലേക്ക് സേവിങ്സ് ആയി വെക്കാൻ നോക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് 2 അക്കൗണ്ട് വേണം. അതെന്താണെന്ന് കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ഒരു അക്കൗണ്ട് നമ്മളിപ്പോൾ നമ്മളെ ദൈനംദിന കാര്യങ്ങളൊക്കെ GPay വഴിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ അക്കൗണ്ട് നമുക്ക് സ്ഥിരം ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് നമ്മളെ ദൈനംദിന കാര്യത്തിന് ഇപ്പോൾ കടയിൽ പോകണത്, പലചരക്ക് വാങ്ങണതും, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് എടുക്കുമ്പോൾ ഡെയിലി നമുക്ക് പൈസയുടെ ചിലവ് വരുമ്പോൾ ഓൾറെഡി പൈസ നമ്മൾ പെട്ടെന്ന് കഴിയാൻ ചാൻസ് ഉണ്ട് GPay ചെയ്ത് കൊടുക്കുമ്പോൾ. പക്ഷെ മറ്റൊരു അക്കൗണ്ടിൽ എന്താണെന്ന് വന്നു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കുറച്ച് പൈസ അതിൽ നീക്കിയിട്ട് കഴിഞ്ഞാൽ അതിന് GPay ഒന്നും പാടില്ല കേട്ടോ. അതിൽ നമ്മൾ GPay തുടങ്ങാനും പാടില്ല. ആ എമൗണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഇത് ചെയ്ത് വെക്കണം. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് ഇപ്പോൾ മാസം നമുക്ക് ഇതുപോലെ EMI ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അതുപോലെ നമ്മളെ കുറികളിലേക്ക് തന്നെ മാസം എന്തെങ്കിലുമൊക്കെ അടയ്ക്കണമെങ്കിലോ ആ എമൗണ്ടിൽ നിന്ന് നമുക്ക് അടയ്ക്കാവുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ആക്കി വെക്കണം. അപ്പോൾ ആ എമൗണ്ട് എടുക്കാൻ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ബാങ്കിൽ പോവുക, ആ എമൗണ്ട് എടുത്തിട്ട് നമ്മൾ കുറി വയ്ക്കുക, EMI അടയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് അർജൻറ്റ് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആരോടും പോയി കടം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് നമ്മളെ കാര്യങ്ങൾ നടത്താൻ പറ്റും. മറ്റുള്ളവരെ നമുക്ക് കടം ചോദിക്കാൻ നമ്മളെ കാര്യങ്ങളെ നമുക്ക് നിവർത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 അക്കൗണ്ട് വേണമെന്ന് അറിയുന്നത്. നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യത്തിന് ഒരു അക്കൗണ്ടും അതല്ലാതെ വേറൊരു അക്കൗണ്ടും എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നത് വളരെ ഉപകാരമാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചിലപ്പോൾ വിചാരിക്കേണ്ട ഒരു 2 അക്കൗണ്ടിൽ ഒരു അക്കൗണ്ടിൽ തന്നെ പൈസ ഇല്ലല്ലോ, ഇപ്പോൾ 2 അക്കൗണ്ട്. പക്ഷെ നമ്മൾ പൈസ ഇല്ലാന്ന് ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾക്ക് ഓട്ടോമാറ്റിക് നമുക്ക് എന്തായാലും ജീവിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികളെല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസ മിച്ചം വെച്ചിട്ടായിരിക്കും നമുക്ക് 2 അക്കൗണ്ട് എന്തായാലും ചേർന്നേ പറ്റൂ. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ എന്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഒക്കെ ഹോൾസെയിലായിട്ട് വാങ്ങാൻ നോക്കട്ടെ.
ഇപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് ഹോൾസെയിലായി വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഹോൾസെയിലായി തന്നെ വാങ്ങണം. അതായത് ഇപ്പോൾ നമുക്കൊരു വീട്ടിലേക്ക് അറിയാലോ, കൂടുതൽ അംഗങ്ങളുള്ള വീട്ടിലേക്ക് ഇത്ര എന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എല്ലാവർക്കും. ഇത്ര സാധനങ്ങൾ നമുക്ക് ഏകദേശം വേണ്ടി വരും. ഇപ്പോൾ മസാലപ്പൊടികളാച്ചാലും ഇപ്പോൾ സോപ്പും പൊടി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമുക്ക് ഇത്രയൊന്നുണ്ടല്ലോ, ഒരു 2 അംഗങ്ങളുള്ളതും 5 അംഗങ്ങളുള്ളത് 10 അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ മാസം ചിലവരിങ്ങനെ കുറേശ്ശെ വാങ്ങും. ഇപ്പോൾ 1/2 കിലോ 250 അങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ 3, 4, 5 ദിവസത്തുമ്പോൾ അത് തീരും. വീണ്ടും നമുക്ക് കടയിലേക്ക് പോകും. അപ്പോൾ കടയിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത് കടയിലേക്ക് നമ്മളിപ്പോൾ ബസ് കയറിയിട്ടാണ് പോണത്, ബസ് കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പൈസ ചിലവ് വരും. 2, 3 സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബസ് കാശ് കൊടുത്ത് പോലെ പെട്രോൾ അടിച്ച് പോവുക. പിന്നെ തൊട്ടടുത്ത കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ അവർ അത്യാവശ്യം നല്ല റേറ്റ് എടുക്കും. അതേ സ്ഥാനത്ത് നമ്മൾ കുറച്ചും കൂടി ഓഫർ പ്രൈസിനൊക്കെ ഈ സോപ്പും പൊടിയൊക്കെ ഓഫർ പ്രൈസിനൊക്കെ വാങ്ങുക. അങ്ങനത്തെ ഐറ്റംസുകൾ ഒക്കെ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിന്നെ ആവശ്യത്തേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് അതൊരു സേവിങ്സ് ആണ്. അപ്പോൾ ആ എമൗണ്ടിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് നമുക്ക് കൂടി ഐറ്റംസ് ആയിട്ട് കൂടി നമുക്ക് ചേർന്നൂടെ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ലോൺ എടുക്കുന്ന കാര്യങ്ങൾ പറയുന്നത്, അതായത് നമുക്കിപ്പോൾ ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ലോൺ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒക്കെ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിന്നെ ആവശ്യത്തേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് അതൊരു സേവിങ്സ് ആണ്. അപ്പോൾ ആ എമൗണ്ടിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് നമുക്ക് കൂടി ഐറ്റംസ് ആയിട്ട് കൂടി നമുക്ക് ചേർന്നൂടെ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ലോൺ എടുക്കുന്ന കാര്യങ്ങൾ പറയുന്നത്, അതായത് നമുക്കിപ്പോൾ ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ലോൺ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ എമൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ 50,000 ലോൺ എടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 30,000 ഒക്കെ ആയിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 50,000 നമ്മൾ വിചാരിക്കും അത് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എടുക്കും. അത് ചിലവായി തീരും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾക്ക് അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രം ലോൺ എടുത്തേക്കണതാണ്. അത് നമ്മൾ കറക്റ്റ് അടയ്ക്കണം. നമ്മൾക്ക് ആ ലോണിൻ്റെ എമൗണ്ടിൻ്റെ ഇരട്ടി നമ്മൾ ചിലപ്പോൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനത്തെ ലോണുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ എമൗണ്ട് മുഴുവനായിട്ട് ചിലവാക്കി തീർക്കാതെ അതിൽ നിന്നും ഒരു പെർസെൻറ്റേജ്, ഇപ്പോൾ 50 കിട്ടാൻ വെച്ചാൽ 30 നമ്മൾ അത്യാവശ്യ കാര്യത്തിന് എടുക്കുക വെച്ചാൽ 20 നമ്മൾ മാറ്റി വയ്ക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മാസത്തേക്ക് ചിലപ്പോൾ നമുക്ക് പൈസ ഇല്ലെങ്കിലും അടയ്ക്കാനായിട്ട് ആ ഡേറ്റ് വരുമ്പോഴേ നമ്മൾ കറക്റ്റ് ഡേറ്റിന് അടയ്ക്കേണ്ട. അപ്പോൾ നമ്മളൊരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ആ പൈസയിൽ നിന്ന് തന്നെ അടവൊന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മാറ്റി വയ്ക്കുന്നത്. വളരെ ഉപകാരമാണ്. അപ്പോൾ അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ കുറിപ്പൈസ കുറിയിലേക്ക് തന്നെ സേവ് ചെയ്യാന്ന് പറയില്ല, എന്ന പോലെ ലോൺ പൈസ ലോണിലേക്ക് തന്നെ സേവ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു ലോൺ തീർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ലോൺ എടുക്കുക, പിന്നെ ആ ലോൺ തീർക്കാൻ വേണ്ടി വേറൊരു ലോൺ എടുക്കുക. ഇങ്ങനൊന്നും ആരും ചെയ്യരുത് കേട്ടോ. അത് ചെയ്യാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് പെട്ടെന്ന് കുറിയിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ നമുക്ക് ലോൺ എടുക്കുന്നതിന് പകരം കുറി വിളിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ എമൗണ്ട് മാത്രം ഓരോ മാസം അടയ്ക്കേണ്ടു. ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി അടയ്ക്കേണ്ടി വരും. അപ്പോൾ ലോൺ എടുത്ത പൈസ നമുക്ക് കിട്ടാൻ വെച്ചാലും നമ്മൾ അത് മുഴുവനായിട്ട് തീർക്കാതെ അതും നമ്മളൊരു കുറിയിലേക്കായിട്ട് നീക്കി വെക്കാൻ നോക്കണം. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഡെപ്പോസിറ്റ് ഒന്നും ചെയ്യാനായിട്ട് നമ്മുടെ പൈസ ഇല്ലയെന്ന് വിചാരിക്കുക. ഇപ്പോൾ അധികം ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ വരുമാനമൊന്നും ഉണ്ടായെന്ന് വരില്ലല്ലോ നമുക്ക് സേവിങ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു കുറി ചേർന്നെന്ന് വിചാരിക്കുക. ഇപ്പോൾ 1500 1000 രൂപയുടെ 12 മാസത്തെ 1 വർഷത്തെ കൂടി ചേർന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 12,000 കിട്ടി. അപ്പോൾ അതൊരു എമൗണ്ടായിട്ട് കിട്ടില്ല. എന്ന പോലെ വേറൊരു കൂടി ചേരാം. അപ്പോൾ ഒരു 12,000 കിട്ടി. ഇങ്ങനെ 12, 24 അങ്ങനെ 2-3 ട്രിപ്പായിട്ട് നമുക്ക് ആ പൈസ കിട്ടുമ്പോഴുണ്ടല്ലോ അതൊരുമിച്ചൊരു എമൗണ്ടായിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു തുകയായി മാറി. മനസ്സിലായോ? അങ്ങനെ ആ തുക വെച്ചിട്ട് വീണ്ടും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അങ്ങനെ പൈസ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാൻ പറ്റും. അപ്പം എല്ലാവരും മാക്സിമം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് ചിലവർക്ക് നിത്യനായിട്ട് പണിയുള്ളവരുണ്ടാവും. നിത്യനായിട്ട് പണിയുള്ളവർക്ക് അന്നാണ് പൈസ കിട്ടുന്നവരുണ്ടാവും. കൂലിപ്പണിയൊക്കെ ചെയ്യുമ്പോൾ അന്നാണ് പൈസ കിട്ടുക. അപ്പോൾ അന്നാണ് അടിച്ചു പൊളിച്ച് കളയാണ്ട് അതിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാം. ഞാൻ പറഞ്ഞ പോലെ ഹോൾസെയിലായിട്ട് വാങ്ങാം. നമുക്കപ്പോൾ 3 ദിവസത്തെ പൈസ കൂട്ടി വെച്ചിട്ട് അത് ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങാം. പിന്നെ 3 ദിവസത്തെ പൈസ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെച്ചിട്ട് നമുക്കൊരു കുറിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്കൊരു ചെറിയൊരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള നമ്മളെ കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റട്ടെ. പിന്നെ നമ്മളെ അക്കൗണ്ടിലൊക്കെ ഇത്തിരി പൈസ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പെട്ടെന്നൊരു ഓഫർ വന്നു നോക്കിയാൽ ഇപ്പോൾ എവിടെയെങ്കിലും വൈമാളിൽ അങ്ങനെയൊക്കെ ഓഫറൊക്കെ വരുമ്പോൾ നമുക്ക് പോകാനൊക്കെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് മറ്റുള്ളവരോടൊരു ചോദിക്കേണ്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ നമ്മളെ കയ്യിലില്ലെങ്കിൽ. അപ്പോൾ പിന്നെ ഒരാളെ ആശ്രയിക്കേണ്ടി വരുന്നില്ലല്ലോ നമ്മളിങ്ങനെ നീക്കി വെക്കുമ്പോൾ.
അപ്പോൾ ഇത് നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ട്രിക്കുകൾ മെയിനായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ എത്ര പൈസ കിട്ടിയാലും അതൊരു കുറിയിലേക്ക് നീക്കാൻ പറയുന്നത്. പിന്നെ കുറി ചേരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾക്ക് നല്ല കുറികൾ ചേരാൻ നോക്കാം. അതായത് നമുക്ക് വിശ്വാസമുള്ളത്, നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ മറ്റുള്ളവർ പറ്റിച്ച് പോകേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരരുത്. അപ്പോൾ നമുക്ക് വിശ്വാസമുള്ളത്, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതുമായ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. താങ്ക്